തൃണമൂൽ കോൺഗ്രസുമായി ഒരു ഡീൽ ഉറപ്പിക്കാൻ PV അൻവറിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചതുപോലെ MLA എന്നുള്ളൊരു പദവി, ആ പദവിയിലുള്ള പ്രൊട്ടക്ഷൻ, ഇതെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. ഒരു 1.5 വർഷത്തോളം അദ്ദേഹത്തിന് MLA ആയി തുടരാമായിരുന്നു. അത് അദ്ദേഹം രാജിവെച്ച് അത് നഷ്ടപ്പെടുത്തി നേരെ തൃണമൂൽ കോൺഗ്രസിൽ ചേക്കേറുമെങ്കിൽ അതിന് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും തക്കതായ ഒരു ഓഫർ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ തന്റെ വ്യക്തിപരമായ നേട്ടങ്ങളോടൊപ്പം നിലമ്പൂര് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അവിടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ LDFന് അവിടെ അടി പതറുകയും UDF അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായാൽ അത് അൻവറിന്റെ പ്രാധാന്യം അടുത്ത പൊതു തെരഞ്ഞെടുപ്പിൽ വളരെയധികം ഉയരാൻ സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം വിലയിരുത്തിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന്റെ മറ്റ് ഇപ്പൊ UDF പറയും അവർ ജയിക്കും, LDF പറയും അവർ ജയിക്കും, അത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതിപ്പം അവരുടെ ആളുകൾക്ക് ഒരാൾക്കും ഈ സത്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും അതൊരു പരീക്ഷണമാണ്. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള നിലയിൽ തന്റെ വ്യക്തിപരമായ നേട്ടങ്ങളെ ഉറപ്പിക്കുകയും അതോടൊപ്പം ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് കളമൊരുക്കുകയും ചെയ്യുകയാണ് PV അൻവർ ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോടൊപ്പം നമുക്കറിയാം ഇന്നിപ്പോ PV അൻവർ UDFിലേക്ക് ചേക്കേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശനോട് നിരുപാധികം മാപ്പ് പറയുകയും പൊതുമാപ്പ് പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ജനങ്ങളോടാണ് മാപ്പ് ചോദിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ UDFിലേക്കുള്ള ഒരു വാതിലിൽ മുട്ടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി അവിടെ നിങ്ങൾ നോക്കൂ, അവിടെ കയറാൻ ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഒരു കുഴിബോംബ് അവിടെ സ്ഥാപിച്ചിട്ടാണ് അദ്ദേഹം അവിടെ കയറാൻ നോക്കുന്നത്. അതായത് DCC സെക്രട്ടറി ശ്രീ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് എന്നുള്ള പുതിയ ഒരു ടേം രാഷ്ട്രീയത്തിന് അദ്ദേഹം സംഭാവന ചെയ്യുകയാണ്. റിക്വസ്റ്റ് ഡിമാൻഡായിട്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് വെക്കുകയും ആര്യാടൻ ഷൗക്കത്തിനെ നമുക്കറിയാം, അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും സിനിമാ സംവിധായകനും ഒക്കെയാണ്. അതോടൊപ്പം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനുമാണ്. റൈറ്റ്ലി ഓർ റോങ്ലി, അല്ലെങ്കിൽ നമ്മൾക്ക് അനുകൂലിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ അങ്ങനെ, എങ്കിലും അദ്ദേഹം ഒരു രാഷ്ട്രീയമാണ്. നമ്മുടെ ആര്യാടൻ മുഹമ്മദിന്റെ പുത്രനാണ്. അങ്ങനെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വളരെ നിസ്സാരനാക്കി അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുകയും അതോടൊപ്പം ജോയി എന്നൊരാളെ അവിടെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അത് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉള്ളിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഇതിനെ വളരെ ബുദ്ധിപൂർവ്വം തന്നെ നമ്മുടെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് ഇന്ന് പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാം. അതായത് അമിത ആവേശത്തോടു കൂടി UDF PV അൻവറിനെ സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമാണ്. കാരണം അതിന്റെ അപകടം അവർക്കറിയാം. ഒരു ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ഇന്ന് PV അൻവറിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ നാളെ PV അൻവർ കൂടുതൽ ഡിമാൻഡുമായി വരുമെന്നും, ഇപ്പൊ ജോയിയെ സംബന്ധിച്ചിടത്തോളം തന്നെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരുപക്ഷെ സീറ്റ് കിട്ടിയാൽ തന്നെ ജയിച്ചു വന്നാൽ അതിന്റെ PV അൻവർ പറയുന്നതിനനുസരിച്ച് തുള്ളേണ്ട സാഹചര്യം ഉണ്ടാവുകയും അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്നൊക്കെ തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പരിചയവും ഒക്കെ ജോയിക്കും കോൺഗ്രസിനും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് രാഷ്ട്രീയത്തിൽ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ പറയുന്ന കാര്യത്തിന് ഒരു തുടർച്ച വേണം. അഴിമതിക്കെതിരെയുള്ള സമരം തുടങ്ങിയിട്ട് പിന്നീട് അത് ഇടയ്ക്കിടയ്ക്ക് ഫാസിസത്തിനെതിരെയുള്ള സമരമാക്കി മാറ്റി, പിന്നെ വന്യമൃഗങ്ങൾക്കെതിരെയുള്ള സമരമാക്കി മാറ്റി. ഇങ്ങനെ പോകുന്ന സമയത്ത് കൺസിസ്റ്റൻസി നഷ്ടപ്പെടുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അയാളിലുള്ള വിശ്വാസവുമാണ് നഷ്ടപ്പെടുന്നത്. ആ വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വലിയ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എളുപ്പ വഴിക്ക് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ രാജ്യസഭയിൽ ഒരു സീറ്റ് ഒപ്പിച്ചാൽ അവിടെ ശിഷ്ടകാലം കുറെ കാലം സുഖമായി ജീവിക്കാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ഒരു ചെറിയ പാർട്ടിയുടെ അധ്യക്ഷനായി കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ വെള്ളിമൂങ്ങ എന്ന സിനിമയിൽ പറഞ്ഞതുപോലെ ഈ പാർട്ടിയുടെ എല്ലാമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഉള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വ്യക്തിപരമായ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ് ഇന്ന് PV അൻവർ ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും തന്നെ ഒരു അനുകരണീയമായ മാതൃകയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇദ്ദേഹം പോയത് കൊണ്ട് LDFന് പ്രത്യേകിച്ച് എന്തെങ്കിലും നഷ്ടം ഉണ്ടാവാനും പോകുന്നില്ല. അദ്ദേഹം വന്നതുകൊണ്ട് UDFന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാവാനും പോകുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഇക്കാര്യത്തിൽ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ വിചാരിക്കുന്നത് എന്നാണ് ഞാൻ എന്റെ ഒരു ചിന്ത ഞാൻ പങ്കുവെക്കുകയാണ്.